നമസ്കാരം, എല്ലാവർക്കും മാത്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നൊരു 3-4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് 2003 ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഒരു കന്നുകാലി ചന്തയിൽ കന്നുകാലികളും വിൽപ്പനക്കാരായി എത്തിയവരും ഉണ്ട്. ചന്തയിൽ ആകെ 128 തലകളും 420 കാലുകളുമാണ് ഉള്ളത്. അവിടെ എത്ര പശുക്കൾ, എത്ര മനുഷ്യർ? ഇതാണ് ചോദ്യം. അപ്പോ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് തലകൾ എങ്ങനെ എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പശുക്കളുണ്ട്, മനുഷ്യന്മാരുണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒന്ന് എക്സും വൈയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 128 അല്ലെ. അത് സംശയമില്ലല്ലോ. തലകളുടെ എണ്ണം എല്ലാവർക്കും ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 128. ഓക്കെ, ഇനി നെക്സ്റ്റ് എഴുതാനുള്ളത് കാലുകളുടെ എണ്ണം. അതെങ്ങനെ കൊടുക്കാം? മനുഷ്യരുടെ കാലാണോ പശുക്കൾക്ക് ഉണ്ടാവുക? അല്ല, പശുക്കൾ നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ 4x പശു എടുക്കുകയാണെങ്കിൽ വൈ എന്തിനു കൊടുക്കാം? മനുഷ്യർക്ക് കൊടുക്കാം അല്ലെ. ഈക്വൽ ടു 420. ഓക്കെ, ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടില്ല? ഏതെങ്കിലും ഒന്നിന്റെ ആൻസർ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ടേമില് ഏതെങ്കിലും ഒരു ടേം, അതായത് ഒന്നുകിലോ എക്സ് അല്ലെങ്കിൽ വൈ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1, 2 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ 2 ഇൻറ്റു 2 ചെയ്താൽ എങ്ങനെ വരും? 2x പ്ലസ് 2y ഈക്വൽ ടു 256 എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതാം. 4x പ്ലസ് 2y ഈക്വൽ ടു 420 അല്ലെ. ഇത് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? വൈയുടെ ടേം നമുക്ക് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഇപ്പൊ ഇവിടെ നിങ്ങൾ മൈനസ് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 2x കിട്ടും, വൈയുടെ ടേം പോയതാണ് അല്ലെ. കുറയ്ക്കുമ്പോ 164 വരും ഇവിടെ. then എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞു. 164/2 82. ഈ 82 ഏതാണ്? എക്സ് ആണ്. എക്സ് ഏതിനാ നമ്മൾ എക്സ് എടുത്ത് വെച്ചാൽ അത് അല്ലെ. ഇവിടെ ഇപ്പൊ 4x, അപ്പൊ പശുവിന്റെയാണ് നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ ടേം കിട്ടി. നെക്സ്റ്റ് വൈയുടെ ടേം. വൈ കിട്ടാൻ അധികം ബുദ്ധിമുട്ടില്ല. എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 128 ആണ് അല്ലെ. അപ്പൊ ഈ 128 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 82 മൈനസ് ചെയ്യാം. ആൻസർ 46. അപ്പോ രണ്ടിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞു. 82 ആൻഡ് 46. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് ചെയ്യണം? ഹെഡ്സ് ആദ്യം കൊടുക്കുക. അത് കുഴപ്പമില്ല, എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിൽ കൊടുക്കാം. നെക്സ്റ്റ് ലെഗ്സ് 4ഉം 2 ആക്കി എടുക്കാം. അപ്പൊ ഇത് തന്നെ വരണമെന്നില്ല. ഇപ്പോ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാർ ഇതൊക്കെ വരുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓട്ടോറിക്ഷയുടെ 3x-ഉം കാറിന്റെ 4x-ഉം ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 എങ്കിൽ x² പ്ലസ് 1/x² എന്ത്? നിങ്ങൾ ഒരുപാട് കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയിട്ട് തെറ്റിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ നോക്കാം ഇതെങ്ങനെയാണ്. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു k ആണെങ്കിൽ
ഫസ്റ്റ് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എന്തായിരിക്കണം? കെ സ്ക്വയർ മൈനസ് 2 ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ഒരു സംഖ്യയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈസ് ഈക്വൽ ടു ആ കെയുടെ സ്ക്വയറിന് 2 മൈനസ് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കെ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ദെൻ കെ സ്ക്വയർ മൈനസ് 2 അല്ലെ. മൂന്നിന്റെ സ്ക്വയർ 9 മൈനസ് 2. ഓക്കെ, അപ്പോ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു കെ എന്ന് പറയുന്ന സംഖ്യ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ മൈനസ് 2. ഇവിടെ കെ എന്ന് പറയുന്നത് 3 ആണ്. സോ 3ന്റെ സ്ക്വയർ ആയ 9 മൈനസ് 2 7. അപ്പൊ ആ ഒരു ഇതിൽ തന്നെയാണ് എക്സ് മൈനസ് കേസും വരുന്നത്. അപ്പൊ അതും കൂടെ നോക്കാം. എക്സ് മൈനസ് 1/x അപ്പൊ ഇതേപോലെ തന്നെ എഴുതാണെങ്കിൽ എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x². ഇങ്ങനെയാണ് ചോദിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1/x², കെ സ്ക്വയർ പ്ലസ് 2, കെ സ്ക്വയർ പ്ലസ് 2. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഉത്തരത്തിൽ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. ഇവിടെ മൈനസ് ആണെങ്കിൽ ഉത്തരത്തിൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. അപ്പൊ ഇവിടെ കെ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ കെ സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് 4 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 6. ഇതാണ് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ചോദ്യങ്ങള്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യയുടെ 20% 20 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും. സംഖ്യ ഏത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. 75% 75 കൂട്ടിയാൽ അങ്ങനെയൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ നോക്കാം. ഇപ്പൊ സംഖ്യ നമുക്ക് എക്സ് എടുക്കാം. 20%. അപ്പോ 50% എന്ന് പറയുമ്പോൾ 1/2 ആണ് നമ്മൾ എഴുതാം. ഇപ്പോ 50% എന്ന് പറയുമ്പോൾ 1/2 ആണ്. 25 എന്ന് പറയുമ്പോൾ 1/4 ആണ്. 20 എന്ന് പറയുമ്പോൾ 1/5 ആണ്. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. അപ്പൊ എക്സിന്റെ 1/5 പ്ലസ് അതിനോടുകൂടി 20 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും അല്ലെ. അപ്പോ ഒരു സംഖ്യ നമ്മൾ എക്സ് എടുത്തു. ആ സംഖ്യയുടെ 20% അത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് 1/5 എന്ന് എഴുതി. പ്ലസ് എന്ത് കൂട്ടിയാൽ 20 കൂട്ടിയാൽ ആ സംഖ്യ നമ്മൾ എടുത്ത ആ സംഖ്യ എക്സ് അത് തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് 20നെ ഇവിടെ നിർത്തിയിട്ട് 1/5 എക്സിനെ സമത്തിന്റെ അപ്പുറം കൊണ്ടുപോകാം. അപ്പോ എക്സ് ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? -1/5 എക്സ് എന്ന് വരും. അപ്പൊ എക്സ് മുകളിലിട്ടാലും 1 ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5x മൈനസ് എക്സ് അല്ലെ. 4x/5 എന്താണ്? ഫ്രാക്ഷൻസിന്റെ മൈനസ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ 5x മൈനസ് എക്സ് 4x ഈക്വൽ ടു 4x/5 ഈസ് ഈക്വൽ ടു 20 അല്ലെ. എക്സിന്റെ വാല്യൂ കിട്ടാൻ എന്താ? 20. ഈ 5നെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 5/4. ഇവിടെ തന്നെ സോൾവ് ചെയ്യാം. എന്ത് വരും?
20 4 5 തവണ. ആൻസർ 25. ഓക്കെ, ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. ഒരു സംഖ്യയുടെ 75% 60 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും അല്ലെ. നേരത്തെ 20% 20 കൂട്ടിയാൽ എന്നായിരുന്നു. ഇവിടെ 75% 60 കൂട്ടിയാൽ നമുക്ക് എഴുതി നോക്കാം. അപ്പൊ ഇത് നേരത്തെ നമ്മൾ എഴുതിയത് പ്രകാരം ഇവിടെ 75 കൂടെ എഴുതിടാം. 3/4 അല്ലെ, 3/4. അപ്പൊ 3/4x പ്ലസ് 60 is equal to x അല്ലെ. ദെൻ 60 ഇവിടെ നിർത്താം. എക്സിന്റെ സൈഡിലേക്ക് 3/4 കൊണ്ടുപോകാം. എന്ത് ചെയ്യാം, 3/4 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് 3/4x. Then 60 is equal to 4x minus 3x/4. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 4 എന്ത് ചെയ്യാം, ഈ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 60 × 4. ദെൻ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 240. ഓക്കെ, അപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഈ ചെറിയ ക്വസ്റ്റ്യൻസിനൊക്കെ ചെയ്യാനുള്ളൂ. താങ്ക് യു.